നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന സബ് യൂണിറ്റിലെ ചില മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ ഉൾപ്പെടുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന സബ് ടോപ്പിക്കിലെ ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത്. വാട്ട് ഈസ് മെന്റ് ബൈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? ഒരു പകർച്ചവ്യാധി എന്നാൽ എന്ത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് മീൻസ് an illness caused by an infectious agent. ഒരു രോഗാണു ഉണ്ടാക്കുന്ന രോഗമാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് മേ സ്പ്രെഡ് ടു അതേഴ്സ്. അത് മറ്റുള്ള ആളുകളിലേക്ക് പകരുന്നു. വയ ഏത് വഴി? ഡയറക്റ്റ് കോണ്ടാക്ട്, നേരിട്ട് ബന്ധം വഴി. ആൻ അനിമൽ, ഒരു മൃഗം വഴി. എ വെക്ടർ, ഈ രോഗം പരത്തുന്ന മറ്റൊരു ജീവി വഴി. അതല്ലെങ്കിൽ ആൻ ഇനാനിമേറ്റ് എൻവയോൺമെന്റ്, അജൈവമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വഴി, പരിസരം വഴി. വായു, വെള്ളം, ഭക്ഷണം, അത്തരത്തിലുള്ള മാർഗങ്ങളിൽ കൂടി. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് നേരിട്ടോ ചില മൃഗങ്ങൾ വഴിയോ മറ്റു ചില ചെറിയ ജീവികൾ വഴിയോ വായു, വെള്ളം, ഭക്ഷണം തുടങ്ങിയ മാധ്യമങ്ങൾ വഴിയോ പകരുന്ന രോഗങ്ങളെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് നാം പറയുന്നത്. ഗീവ് എക്സാമ്പിൾസ് ഫോർ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇങ്ങനെ പകരുന്ന പകർച്ചവ്യാധികൾക്ക് ചില ഉദാഹരണങ്ങൾ: എയ്ഡ്സ്, COVID-19, ഡെങ്കി, ചിക്കുൻഗുനിയ, മലേറിയ, ഫൈലേറിയാസിസ്, കോളറ, ഹെപ്പറ്റൈറ്റിസ്, ട്യൂബർക്കുലോസിസ്, ലെപ്രസി. നമ്മുടെ നാട്ടില് സാധാരണ കാണപ്പെടുന്ന ചില പകർച്ചവ്യാധികളാണ്. എയ്ഡ്സ് നമുക്കറിയാം, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. COVID-19, കൊറോണ വൈറസ് മൂലം ഉണ്ടാകുന്ന COVID-19. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ പനി, മലേറിയ അഥവാ മലമ്പനി, ഫലേറിയാസിസ് അഥവാ മന്ദരോഗം, കോളറ അഥവാ അതിസാരം, ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം, ട്യൂബർക്കുലോസിസ് അഥവാ ക്ഷയരോഗം, ലെപ്രസി അഥവാ കുഷ്ഠരോഗം. ഇതെല്ലാം കമ്മ്യൂണിക്കബിൾ ഡിസീസിന് ഉദാഹരണങ്ങളാണ്. Which are the major national health programs for communicable diseases? ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായിട്ട് ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ദേശീയ പരിപാടികൾ, ദേശീയ ആരോഗ്യ പരിപാടികൾ. ദേശീയ ആരോഗ്യ പരിപാടികൾ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാനായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ആ ഡിപ്പാർട്ട്മെന്റ്, അവർ തയ്യാറാക്കുന്ന പരിപാടികളെയാണ് ദേശീയ ആരോഗ്യ പരിപാടികൾ എന്ന് പറയുന്നത്. ഈ പരിപാടികൾ പലതും തന്നെ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിയന്ത്രണങ്ങളിലും അതല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നടപ്പാക്കുക. പ്രധാനപ്പെട്ട ദേശീയ ആരോഗ്യ പരിപാടികൾ നമുക്ക് നോക്കാം. അതായത് പകർച്ചവ്യാധികളെ സംബന്ധിക്കുന്ന, കമ്മ്യൂണിക്കബിൾ ഡിസീസുകളെ സംബന്ധിക്കുന്ന പരിപാടികൾ. നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, NVBDCP, നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. Then നാഷണൽ ട്യൂബർക്കുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം, NTEP. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം, NACP. നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, NLEP. ഇവയാണ് പകർച്ചവ്യാധികളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ദേശീയ ആരോഗ്യ പരിപാടികൾ. What do you mean by vector? Give examples. Vector എന്നാൽ എന്ത്? It is an organism, typically a biting insect or tick. അതൊരു ജീവിയാണ്. ആ ജീവിയുടെ പ്രത്യേകത എന്താണ്? Typically a biting insect. കടിക്കുന്ന ഒരു ഇൻസെക്റ്റ് ആണ് പരാതം. കടിക്കുന്ന, ആ കുത്തുന്ന അല്ലെങ്കിൽ കടിക്കുന്ന ക്യാരക്ടർ ഉള്ള ഒരു പരാതമാണ്. That transmits a disease or parasite from one animal or plant to another. അതിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരു ജീവിയിൽ നിന്ന്, അതായത് അനിമൽ ആയിക്കോട്ടെ ഒരു പ്ലാന്റ് ആകട്ടെ, അതിൽ നിന്നും ഒരു രോഗത്തെയോ രോഗാണുവിനെയോ മറ്റൊരാളിലേക്ക് പകർത്തുന്നു അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ചെറിയ ജീവികളെയാണ് നാം വെക്ടറുകൾ എന്ന് വിളിക്കുന്നത്.
ഉദാഹരണം മോസ്കിറ്റോസ് കൊതുക്, സാൻഫ്ലൈ ഇതൊരു ഈച്ചയാണ്, ഫ്ലൈസ് സാധാരണ കാണുന്ന ഈച്ച ഉൾപ്പെടുന്ന ആ ഫ്ലൈസ്, ഫ്ലീസ്, ടിക്സ്, ലൈസ്. ടിക്സ് ഒക്കെ ചിറകില്ലാത്ത ഒരു തരം പരാദജീവികളാണ്, ഷഡ്പദങ്ങളാണ് ടിക്സ്. ദെൻ ലൈസ് പേൻ എന്ന് പറയുന്നത്. ഇവയെല്ലാം തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രോഗം പരത്താൻ സാധ്യതയുള്ളവയാണ്. ഇപ്രകാരമുള്ള ആ ജീവികളെയാണ് നാം വെക്ടർ എന്ന് വിളിക്കുന്നത്. ലിസ്റ്റ് ഔട്ട് മേജർ വെക്ടർ ബോൺ ഡിസീസസ്. വെക്ടർ പരത്തുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ, നമ്മുടെ രാജ്യത്ത് കാണപ്പെടുന്ന വെക്ടർ ബോൺ ഡിസീസുകൾ പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം. മലേറിയ അഥവാ മലമ്പനി, അതുണ്ടാക്കുന്ന ആ ഓർഗാനിസം, ആ ജീവി പ്ലാസ്മോഡിയമാണ്. അത് പരത്തുന്ന വെക്ടർ അനോഫിലസ് മോസ്കിറ്റോ, ഫിമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്, കൊതുകാണ് അത് പരത്തുക. അനോഫിലസ് സ്പീഷീസിൽപ്പെട്ട കൊതുകാണ് പരത്തുക. ഫൈലേറിയ അഥവാ മന്ത് രോഗം, അതുണ്ടാക്കുന്നത് ഫൈലേറിയൽ വേംസ് ആണ് അതിന് കാരണക്കാരായ ജീവി. അത് ഒരാളിൽ മറ്റൊരാളിലേക്ക് പരത്തുന്നത് ക്യൂലെക്സ് അല്ലെങ്കിൽ അനോഫിലസ് മോസ്കിറ്റോ. ദെൻ ഡെങ്കി ഫീവർ. ഡെങ്കി ഫീവർ ഡെങ്കി വൈറസ് ആണ് അതിന്റെ രോഗാണു, അതിന്റെ വെക്ടർ ഈഡിസ് മോസ്കിറ്റോ. ദെൻ ചിക്കൻ ഗുനിയ വൈറസ് ആണ് രോഗാണു, അതിന്റെ വെക്ടർ ഈഡിസ് മോസ്കിറ്റോ. കാല അസാർ, ലീഷ്മാനിയ എന്ന ഒരു പാരസൈറ്റ് ആണ് കാല അസാർ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത്, അതിന്റെ വെക്ടർ സാൻഫ്ലൈ ആണ്. ദെൻ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ജപ്പാൻ ജ്വരം, അത് മസ്തിഷ്ക ജ്വരം, തലച്ചോറിനെ ബാധിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള രോഗമാണ്. അത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വൈറസ് ആണ് രോഗകാരണം. ആ രോഗം പരത്തുന്നത് ക്യൂലെക്സ് മോസ്കിറ്റോ. Which are the major programs under NVBDCP, നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൽപ്പെട്ട പ്രധാനപ്പെട്ട പരിപാടികൾ, ആരോഗ്യ പരിപാടികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. NMCP, നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം. NFCP, നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം. മലേറിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലമ്പനി, ഫൈലേറിയ എന്ന് പറഞ്ഞാൽ മന്ത് രോഗം. ഇവയെ നിയന്ത്രിക്കാനായിട്ട് ദേശീയ അടിസ്ഥാനത്തിലുള്ള പരിപാടികളാണ് പ്രധാനമായിട്ട് NVBDCPയുടെ കീഴിൽ വരുന്നത്. Which are the measures used to destroy adult mosquitoes? നമുക്കറിയാം ഫൈലേറിയയും മലേറിയയും ആ രണ്ട് രോഗങ്ങളും മോസ്കിറ്റോ കൊതുക് വഴിയാണ് പരത്തുന്നത്. അതുകൊണ്ട് കൊതുക് നശീകരണം എന്നുള്ളത് ആ രോഗം തടയാനും അത് വരാതിരിക്കാനുമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് കൊതുക് നശീകരണം. ഇപ്പൊ കൊതുകിന്റെ രണ്ട് സ്റ്റേജ് നമുക്കറിയാം. അഡൽട്ട്, പ്രായപൂർത്തിയായ, പറന്നു കിടന്ന് നമ്മളെ കടിക്കുന്ന ആ സ്റ്റേജിലുള്ള കൊതുകും, അതുപോലെ തന്നെ ലാർവ, വെള്ളത്തിൽ കാണുന്നതിന്റെ ലാർവൽ സ്റ്റേജിലുള്ളതും. അപ്പൊ രണ്ട് രീതിയിലുള്ള നശീകരണ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുക. അഡൽട്ട്, നമ്മളെ കടിക്കുന്ന, പറന്നു വന്ന് കടിക്കുന്ന ആ കൊതുകിനെ നശിപ്പിക്കാൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത് കെമിക്കൽ മെത്തേഡ്സ് ആണ്, രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ രാസവസ്തുക്കൾ പ്രധാനമായിട്ട് ഇൻസെക്ടിസൈഡ്സ് ആണ്, DDT, അതുപോലെ മലാത്തിയോൺ തുടങ്ങിയ ഇൻസെക്ടിസൈഡ്സ്. ഇൻസെക്ടിസൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഷഡ്പദങ്ങളെയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രാസവസ്തുക്കളെയാണ് ഇൻസെക്ടിസൈഡ്സ്, ഇൻസെക്റ്റുകളെ നശിപ്പിക്കുന്നത്. അതാണ് ഇൻസെക്ടിസൈഡ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് DDT, അതുപോലെ മെലാത്തിയോൺ, രണ്ടും പോയിസണസ് ആയിട്ടുള്ള വസ്തുക്കളാണ്. ഇത് നമ്മൾ എന്താ ചെയ്യുക? ദേ ആർ സ്പ്രേഡ് ഇൻ ദ ഡ്വെല്ലിംഗ് പ്ലേസസ് ഓഫ് മോസ്കിറ്റോ. ഈ മോസ്കിറ്റോസ് വന്നിരിക്കാൻ, റെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഇത് സ്പ്രേ ചെയ്യുന്നു. രണ്ടാമത്തത് ജനറ്റിക് കൺട്രോൾ മെഷേഴ്സ് ആണ്. ജനറ്റിക് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറഞ്ഞാല് ചില ജീനുകളിൽ മാറ്റം വരുത്തിയിട്ട് ഈ കൊതുകുകളിൽ സ്ഥായിയായ ചില മാറ്റങ്ങൾ വരുത്തുന്നു. ഇപ്പൊ ജീനുകൾ മാറ്റം വരുത്തുമ്പോൾ നമുക്കറിയാം ഈ ബൈറ്റിംഗ് നടത്തുന്നത്, കടിക്കുന്നത് ഫിമെയിൽ മോസ്കിറ്റോ ആണ്. അപ്പൊ ആ ഫിമെയിൽ മോസ്കിറ്റോയ്ക്കാണ് വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പൊ അപ്രകാരം ആ ഫിമെയിൽ മോസ്കിറ്റോയ്ക്ക് പുതിയ പ്രോജനി, പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ട് സ്റ്റെറൈൽ ആയിട്ടുള്ള മെയിലുകളെ റിലീസ് ചെയ്യുന്നു. സ്റ്റെറൈൽ മെയിലുകൾ എന്ന് പറഞ്ഞാൽ ആൺകൊതുകുകളെ വന്ധ്യംകരിച്ച, അതായത് ഇണചേർന്ന് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രീതിയിൽ വന്ധ്യംകരിച്ച മെയിൽ മോസ്കിറ്റോകളെ റിലീസ് ചെയ്യുന്നു. അപ്രകാരമുള്ള മെയിൽ മോസ്കിറ്റോ ആയിട്ട് ഇണചേരുന്ന ഫിമെയിൽ മോസ്കിറ്റോകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെ അതിന്റെ പ്രൊപ്പഗേഷൻ, അതിന്റെ
മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നു. ദെൻ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ. അപ്പൊ ആ ക്രോമസോമുകളിൽ ചില മാറ്റം വരുത്തിക്കൊണ്ട് ഈ കൊതുകുകൾ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. മറ്റൊന്ന് സെക്സ് ഡിസ്റ്റോർഷൻ ആണ്. സെക്സ് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ കൊതുകുകളുടെ ആ മെയിൽ ഫിമെയിൽ റേഷ്യോ ഉണ്ട്. ഇത്ര ആൺകൊതുകുകൾക്ക് ഇത്ര പെൺകൊതുകുകൾക്ക് ഇത്ര ആൺകൊതുകുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അവയുടെ ആ പ്രൊപ്പഗേഷൻ, അതായത് പുതിയ ലാർവകൾ അവർക്ക് കൊതുകിന്റെ കുട്ടികൾ ജനിക്കും. അപ്രകാരം അതിന്റെ ആ സെക്സ് റേഷ്യോയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിന്റെ പോപ്പുലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഈ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള ഇപ്രകാരമുള്ള ആൺകൊതുകുകൾ റിലീസ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ പുതിയ കൊതുകുകൾ ഉണ്ടല്ലോ, ആ കൊതുകുകൾ പെട്ടെന്ന് തന്നെ അതിലെ പെൺകൊതുകുകളെല്ലാം ജനിക്കുമ്പോൾ തന്നെ നശിക്കുന്ന രീതിയിലുള്ള ജനറ്റിക് മോഡിഫിക്കേഷൻസും പോസിബിൾ ആണ്. അതായത് ഈ കൊതുകുകൾക്ക് മുട്ടയിട്ടുണ്ടാകുന്ന പെൺകൊതുകുകൾ പെട്ടെന്ന് തന്നെ അപ്പൊ തന്നെ നശിക്കുന്ന രീതിയിൽ. അപ്പൊ ആൺകൊതുകുകൾ കൂടുതൽ പെറ്റുപെരുകും. ആൺകൊതുകുകൾ പെൺകൊതുകുകളെക്കാൾ വളരെയധികം പെറ്റുപെരുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സെക്സ് ഡിസ്റ്റോർഷൻ നടക്കുന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കൊതുകിന്റെ ഉൽപാദനം, അതിന്റെ പ്രൊപ്പഗേഷൻ കുറയുന്നു. അങ്ങനെ കൊതുകിനെ നിയന്ത്രിക്കാം. അപ്പൊ രണ്ട് രീതിയിലാണ് കെമിക്കൽ മെത്തേഡ്സും ജനറ്റിക് മെത്തേഡ്സും. Which are the anti-larval measures used for mosquito control? കൊതുകുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആന്റി ലാർവൽ, ഈ ലാർവയെ നശിപ്പിച്ചുകൊണ്ട്, ചെറിയ കൊതുകിനെയാണ് അതിന്റെ ആ ഒരു ഡെവലപ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റേജിനെയാണ്, വെള്ളത്തിൽ കാണുന്ന സ്റ്റേജിനെയാണ് നമ്മൾ ലാർവ എന്ന് പറയുന്നത്. ആ ലാർവയെ നശിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തത് എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ. എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പറ്റുക? പ്രോപ്പർ ഡ്രെയിനേജ്, വെള്ളം കൃത്യമായ രീതിയിൽ ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം. ഇപ്പൊ നമ്മളുടെ ഓടകളെല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള ഓടകളാക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്നത് തടഞ്ഞുകൊണ്ട് പ്രോപ്പർ ആയിട്ട് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിഞ്ഞു പോകുന്ന, അഴുക്ക് വെള്ളം ഒഴിഞ്ഞു പോകുന്ന ആ പരിപാടിക്കാണ് ഡ്രെയിനേജ് എന്ന് നാം പറയുന്നത്. ദെൻ ഫില്ലിംഗ് ഓഫ് വാട്ടർ കളക്ഷൻ ഏരിയാസ്, വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയകൾ, അതാണ് വാട്ടർ കളക്ഷൻ ഏരിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്രകാരമുള്ള ഏരിയ നാം മണ്ണ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക, അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. ദെൻ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ്, ഖരമാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മാലിന്യങ്ങളുടെ മാനേജ്മെന്റ്. നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കപ്പുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂസ് കഴിഞ്ഞിട്ട് നാം ഉപേക്ഷിക്കുന്ന ആ വസ്തുക്കളെല്ലാം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അതിൽ വെള്ളം നിറയാനും അവിടെ കൊതുക് പെരുകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത് കെമിക്കൽ കൺട്രോൾ ആണ്. കെമിക്കൽ കൺട്രോൾ നമുക്കറിയാം, വെള്ളത്തില് കൊതുകിന്റെ ലാർവയുള്ള വെള്ളത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാട പോലെ എണ്ണ മുകളിൽ പരന്നു കിടക്കുകയും ആ ലാർവയ്ക്ക് ഓക്സിജൻ കിട്ടാതെ വരികയും ചെയ്യും. കൊതുകിന്റെ ലാർവ ഓക്സിജൻ എടുക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ്. അപ്പൊ ഈ വെള്ളത്തിന്റെ മുകളിൽ എണ്ണയുടെ ഒരു പാട ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓക്സിജൻ കിട്ടാതെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓയിൽ ഉപയോഗിക്കുക, അത് മണ്ണെണ്ണയോ പെട്രോളോ ഡീസലോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വെള്ളത്തിന്റെ മുകളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്ത് ലാർവയെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. ദെൻ യൂസ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ലൈക്ക് DDT, മെലാത്തിയോൺ, ഫെന്റിയോൺ. ഈ ലാർവ ഉള്ള വെള്ളത്തിലേക്ക് DDT, മെലാത്തിയോൺ പോലുള്ള ഇൻസെക്ടിസൈഡുകൾ, പോയിസൺസ്, വിഷവസ്തുക്കൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാർവയെ നശിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ ബയോളജിക്കൽ കൺട്രോൾ. ഈ മോസ്കിറ്റോ, ഈ കൊതുകുകളെ അതിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള ശത്രുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു സാധ്യത, കുളങ്ങളിലൊക്കെ ഗപ്പി അല്ലെങ്കിൽ ഗംബൂസിയ മീനുകൾ ഇട്ട് കഴിഞ്ഞാൽ ആ മീനുകൾ ഈ ലാർവയെ തിന്ന് നശിപ്പിക്കും. അതുപോലെ ചില നിമറ്റോഡ്സ്, ചില വിരകള്, ചില ബാക്ടീരിയ, അതുപോലെ ചില ഫംഗെ, ഇവയെല്ലാം, ചില പൂപ്പലുകൾ എല്ലാം തന്നെ കൊതുകിനെ നശിപ്പിക്കാനായിട്ട് ശേഷിയുള്ളതാണ്. അപ്രകാരമുള്ള നാച്ചുറൽ മെഷേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ലാർവയെ നശിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ ഡ്രൈ ഡേ. ഡ്രൈ ഡേ എന്താണെന്നുള്ളത് എല്ലാവർക്കും നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ ആഴ്ചക്ക് ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തില് സെലക്ടഡ് ഡേയില് എല്ലാവിധ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളും ശുദ്ധീകരിക്കുന്നു. വെള്ളം കെട്ടി നിൽക്കുന്ന ഏതെങ്കിലും പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് വീടിന് ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും അതെല്ലാം നമ്മൾ വെള്ളം ഒഴിച്ചു കളഞ്ഞ് പുതിയ വെള്ളം അതിലേക്ക് ഒഴിക്കുന്നു. അപ്പോൾ ആ ലാർവെ പെറ്റുപെരുകുന്നത് അല്ലെങ്കിൽ ലാർവ വളരുന്നത് തടയാനായിട്ട് സാധിക്കുന്നു. വാട്ട് ഈസ് ഡ്രൈ ഡേ ഒബ്സർവൻസ്? ഡ്രൈ ഡേ ആചരിക്കുക എന്നാൽ എന്ത്?
Dry day is being observed by taking measures to ensure that water does not get stagnated. Stagnate എന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങൾ, അതിനെയാണ് നാം ഡ്രൈ ഡേ ഒബ്സർവൻസ് എന്ന് പറയുന്നത്. It is to prevent the breeding of mosquitoes. എന്തിനു വേണ്ടിയിട്ടാണ്? To prevent the breeding of mosquitoes. ഈ കൊതുക് പെരുകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ ഡേ നാം ആചരിക്കുന്നത്. Coolers, water containers, stagnant water and other possible breeding sites will be dried and replaced with fresh water. എയർ കൂളറിൽ വെള്ളം നിറയ്ക്കുന്ന എയർ കൂളറുകൾ, അതുപോലെ ചെടികളൊക്കെ വളർത്തുന്ന ആ കണ്ടെയ്നേഴ്സ്, ചെടിച്ചട്ടിയുടെ അടിയിൽ വെക്കുന്ന ആ കണ്ടെയ്നർ, കെട്ടിക്കിടക്കുന്ന വെള്ളം, അതുപോലെ കൊതുക് വളരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും നാം ഡ്രൈ ആക്കുന്നു ആഴ്ചയ്ക്ക് ഒരു ദിവസം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ലാർവെ കംപ്ലീറ്റ് നശിച്ചു പോകുന്നു. അപ്പൊ പിന്നെ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം നിറയ്ക്കേണ്ട സ്ഥലങ്ങളിൽ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം നിറയ്ക്കുന്നു. അപ്പൊ ഒരാഴ്ച ആകുമ്പോഴേക്കും വീണ്ടും അവിടെ ലാർവെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരിക്കൽ കൂടി ഡ്രൈ ആക്കുമ്പോഴത്തേക്കും ഈ ലാർവെ നശിച്ചു പോകുന്നു. ഇങ്ങനെ പീരിയോഡിക്കലി ചെയ്യുമ്പോഴേക്കും കൊതുകിനെ നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. What are the objectives of National TB Elimination Program? NTEP. ദേശീയ ട്യൂബർകുലോസിസ് ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയാണ് NTEP. ഈ NTEPയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? To reduce the mortality rate due to tuberculosis, TB അഥവാ ട്യൂബർകുലോസിസ് മൂലമുണ്ടാകുന്ന മരണനിരക്ക് കുറയ്ക്കുക. To prevent further emergence of drug resistant TB. ട്യൂബർകുലോസിസ് അഥവാ TB ക്ഷയരോഗത്തെ നാം ചികിത്സിക്കുന്നത് ചില ശക്തിയേറിയ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ ആന്റിബയോട്ടിക്കുകൾ കൃത്യമായ രീതിയിൽ നാം ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് ആ സമയത്ത് അതിന്റെ ഡോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ മരുന്നുകൾക്കെതിരെ ഈ ബാക്ടീരിയ, അതായത് ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ പ്രതിരോധം തീർക്കുന്നു. അപ്രകാരം പ്രതിരോധ ശേഷി ആർജിച്ച ബാക്ടീരിയ, അവ മൂലം ഉണ്ടാകുന്ന ട്യൂബർകുലോസിസ് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ളതിനെയാണ് നാം ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് പറയുക. അപ്പോൾ അത് ഉണ്ടാകുന്നത് തടയുക എന്നുള്ളത് ഈ NTEPയുടെ ഒരു ലക്ഷ്യമാണ്. മൂന്നാമത്തത് എഫക്റ്റീവ്ലി മാനേജ് ഡ്രഗ് റെസിസ്റ്റന്റ് TB കേസ്. അപ്രകാരമുള്ള ഡ്രഗ് റെസിസ്റ്റന്റ് TB കേസ് ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക, അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. Then to eliminate TB. അവസാനമായിട്ട് ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞ രോഗത്തെ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക. നമ്മുടെ രാജ്യത്ത് നിന്ന് ട്യൂബർകുലോസിസിനെ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് ഈ നാഷണൽ പ്രോഗ്രാമിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. Then what is DOTS? GOTS. DOTS എന്നാൽ എന്ത്? DOTS എന്നാൽ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് DOTS എന്ന് പറയുന്നത്. It is a name given to the tuberculosis TB control strategy recommended by World Health Organization. ലോക ആരോഗ്യ സംഘടന റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ട്യൂബർകുലോസിസ് രോഗ നിയന്ത്രണ മാർഗമാണ് DOTS അഥവാ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. ഇപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ട്യൂബർകുലോസിന്റെ മെഡിസിൻസ് പലപ്പോഴും രോഗികളുടെ വീട്ടിൽ കൊടുത്തയച്ച് കഴിയുമ്പോഴേക്കും ഈ രോഗികൾ ആ മെഡിസിൻ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് ഉപയോഗിക്കാത്ത ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട്. അപ്രകാരം ചെയ്യുമ്പോൾ പലപ്പോഴും ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ആരോഗ്യ പ്രവർത്തകന്റെ മുമ്പിൽ നിന്ന് ഈ മെഡിസിൻ കഴിക്കുക, ഡയറക്ട്ലി ഒബ്സർവ്ഡ്, ആ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയാണ് DOTS എന്ന് പറയുന്നത്. ഈ DOTS വഴി നമുക്കറിയാം ഏകദേശം 65% മാത്രമായിരുന്നു ട്യൂബർകുലോസിന്റെ ചികിത്സയ്ക്ക് അതിന്റെ ഫലപ്രദമാകുന്നതിന്റെ നിരക്ക്. പക്ഷേ DOTS വന്നപ്പോഴേക്കും അത് ഏകദേശം 90% എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വിച്ച് ബാക്ടീരിയ കോസ് TB? ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് എന്താണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസ് ഉണ്ടാക്കുന്ന ആ ബാക്ടീരിയയുടെ പേരാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ആ രോഗാണുവിന്റെ പേര് മനസ്സിലാക്കുക. Write the role of FHW during and after DOTS. ഈ DOT എന്ന് പറയുന്ന ഈ ചികിത്സാ രീതി നമ്മളിപ്പോ മനസ്സിലാക്കിയല്ലോ.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കറിന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കറിന്റെ റോള് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഫോളോ അപ്പ്, അതിന്റെ ആ ചികിത്സ തുടങ്ങുക, അതിന്റെ കൃത്യമായ രീതിയിൽ അതിന്റെ ഫോളോ അപ്പ് നടത്തുക, അതിന്റെ തുടർച്ച നടത്തുക ഒന്നാമത്തത്. രണ്ടാമത് കൗൺസിലിംഗ് ഓഫ് പേഷ്യന്റ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്, ഈ രോഗം ബാധിച്ച ആ പേഷ്യന്റിനെയും ഫാമിലി മെമ്പേഴ്സിനെയും നമ്മൾ കൗൺസിലിംഗ് നടത്തണം, അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യുക. കാരണം പലപ്പോഴും ട്യൂബർകുലോസിസ് നമുക്കറിയാം, ഒരു കാലത്ത് ചികിത്സ ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ ഭീതിയോടെ അത്യധികം ഭയാനകമായ രോഗം ആയിട്ട് കണക്കാക്കിയ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഭീതി അകറ്റുക, അവർക്ക് ആവശ്യമായ ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. Then supervision of treatment and additional nutrition support, ഈ ചികിത്സയുടെ സൂപ്പർവിഷൻ നമ്മൾ മുമ്പ് പറഞ്ഞു, ഈ പേഷ്യന്റ് മെഡിസിൻ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുക. പിന്നീട് ഇപ്രകാരം ട്യൂബർകുലോസിസ് ബാധിച്ച ആളുകൾക്ക് എക്സ്ട്രാ ന്യൂട്രീഷണൽ സപ്പോർട്ട് ആവശ്യമുണ്ട്, പോഷകങ്ങൾ അധികമായിട്ട് ആവശ്യമുണ്ട്, അത് ഉറപ്പുവരുത്തുക. Then screening of adverse reactions, ഈ മെഡിസിൻസ് ചിലപ്പോഴെങ്കിലും ചില പ്രതിപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകാറുണ്ട്, അപ്പോ അത് കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യുക. Then psycho social support and follow up lab investigation, ഇവർക്കൊരു മാനസിക പിന്തുണ കൊടുക്കുക, ഒരു സാമൂഹിക പിന്തുണ കൊടുക്കുക. ഇപ്പൊ ഒരു സോഷ്യലി അവർ ഒറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ ഒറ്റപ്പെടാനുള്ള സാധ്യതകളുണ്ട്, അവർക്കൊരു മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതിനൊക്കെ പേഷ്യന്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫോളോ അപ്പ് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ്, പ്രകാരമുള്ള ട്യൂബർകുലോസിസ് ഉള്ള രോഗികൾക്ക് തുടർച്ചയായിട്ട്, അതായത് ഒരു നിശ്ചിത ഇന്റർവെല്ലിൽ ലബോറട്ടറി പരിശോധനകൾ ആവശ്യമായിട്ട് വരും, അതിനു വേണ്ടിയിട്ട് സഹായിച്ചു കൊടുക്കുക. ആൻഡ് ഫൈനലി എൻഷുർ ദ പേഷ്യന്റ് കൺസ്യൂം എവറി ഡോസ് ഓഫ് ട്രീറ്റ്മെന്റ് ബിഫോർ എ ഹെൽത്ത് വർക്കർ, അതായത് ഒരു ഹെൽത്ത് വർക്കറിന്റെ മുമ്പിൽ നിന്നാണ് ഓരോ ഡോസ് മെഡിസിൻ കഴിക്കുന്നത് എന്നുള്ളത് നാം ഉറപ്പുവരുത്തണം. അതാണ് ഡോട്ട്സിന് ഏറ്റവും വലിയ പ്രത്യേകത, ഡയറക്ട്ലി ഒബ്സർവ്ഡ് തെറാപ്പിയാണ്. അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് FHWന്റെ ഒരു പ്രധാനപ്പെട്ട കടമയാണ്. എക്സ്പ്ലെയിൻ ദ ഫോളോ അപ്പ് ഓഫ് ഡോട്ട്സ്, ആ ഡോട്ട്സിന്റെ ഫോളോ അപ്പ് ഏതെല്ലാം രീതിയിലാണ് ആ ഡോട്ട്സ് നമ്മൾ ഫോളോ അപ്പ് നടത്തുന്നത് എന്ന് നോക്കുക. ഒന്നാമത് ക്ലിനിക്കൽ ഫോളോ അപ്പ് ഷുഡ് ബി ഡൺ മന്ത്ലി, ഓരോ മാസവും ഈ ട്രീറ്റ്മെന്റ് തുടരുമ്പോഴും ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴും ആ പേഷ്യന്റിനെ ക്ലിനിക്കൽ ഫോളോ അപ്പ് നടത്തണം, അതായത് ആ രോഗിയെ പരിശോധന നടത്തണം, അയാളുടെ ഈ രോഗാവസ്ഥ എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ള ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തുക, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. രണ്ടാമത് ലബോറട്ടറി ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ലാബ് പരിശോധനകളാണ്. പ്രധാനമായിട്ട് നമുക്കറിയാം, ക്ഷയരോഗം ബാധിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് ശ്വാസകോശമാണ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന ട്യൂബർകുലോസിസിനാണ് നാം പൾമണറി ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. ഈ പകർച്ചവ്യാധിയായിട്ട് നാം കണക്കാക്കുന്നത് പൾമണറി ശ്വാസകോശത്തെ ബാധിക്കുന്ന ട്യൂബർകുലോസിസ് ആണ്. അപ്പൊ അപ്രകാരമുള്ള ആളുകൾക്ക് ആ സ്പ്യൂട്ടം കഫം ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കണം. കഫം പരിശോധിച്ചാൽ മാത്രമാണ് ഇയാളുടെ ശരീരത്തിൽ രോഗാണു ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനാവും. അപ്പൊ in case of pulmonary tuberculosis, sputum smear microscopy should be done at the end of IP and at the end of treatment also. IP എന്ന് പറഞ്ഞാൽ ഇൻപേഷ്യന്റ്, ഈ പേഷ്യന്റ് നമ്മൾ അഡ്മിറ്റ് ആക്കുവാണെങ്കിൽ ആ അഡ്മിഷൻ കഴിഞ്ഞിട്ടും അതുപോലെ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും അറ്റ് ദ എൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നമ്മൾ? സ്പ്യൂട്ടം സ്മിയർ മൈക്രോസ്കോപ്പി, ഈ കഫം മൈക്രോസ്കോപ്പിൽ പരിശോധിച്ച് അതിൽ ഈ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. ഈ മൂന്നാമത്തെ ഫോളോ അപ്പ് ലോങ് ടേം ഫോളോ അപ്പ് ആണ്. ലോങ് ടേം ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ട്രീറ്റ്മെന്റ്, ഈ ചികിത്സ തീർന്നതിന് ശേഷം, ചികിത്സയുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിനെ നാം മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്ര കാലത്തേക്ക് മോണിറ്റർ ചെയ്യണം? 2 വർഷത്തേക്ക് മോണിറ്റർ ചെയ്യണം. 2 വർഷത്തേക്ക് മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ 6 മാസം, 12 മാസം, 18 മാസം, 24 മാസം, ഓരോ 6 മാസത്തെ ഗ്യാപ്പില് ഈ പേഷ്യന്റിനെ നാം മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഡോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളിൽ പൂർണ്ണമായിട്ടും ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടില്ല. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നാം കവർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.